ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പറയുന്നു, ഉസ്താദെ, മയ്യത്ത് പള്ളിക്കകത്ത് കൊണ്ടുവച്ചപ്പോ ഖതീബിന്റെ കൈ പിടിച്ചിട്ട് 13 വയസ്സുള്ള ഹാഫിളായ മകൻ പറഞ്ഞു അത്രേ, ഉസ്താദെ, ഇതെന്റെ ഉമ്മാന്റെ മയ്യത്താ. എന്റെ ഉമ്മ എന്നോട് ജീവിതത്തിൽ ഒരേ ഒരു കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, ഹാഫിളായ ഞാൻ വേണം ഉമ്മാന്റെ മയ്യത്ത് നിസ്കരിക്കാൻ. ഖതീബ് മാറിക്കൊടുത്തു. ആ 13 വയസ്സുള്ള മകൻ കയറി നിന്ന് ഉമ്മാന്റെ മയ്യത്ത് നിസ്കരിച്ചിട്ട് ആ മയ്യത്തിന്റെ മുന്നിൽ നിന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി കരഞ്ഞു ദുആ ചെയ്ത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ പൊന്നുമോൻ ഉമ്മാന്റെ മയ്യത്തിന്റെ മുന്നിൽ തളർന്നു വീണു. ഉമ്മാന്റെ മയ്യത്ത് പള്ളിക്കാട്ടിലേക്ക് എടുക്കുമ്പോൾ സുഹൃത്തുക്കൾ, ചെറുപ്പക്കാരാ സഹോദരന്റെ ആ പൊന്നുമോന്റെ ശരീരം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അവസാനം എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ചെറുപ്പക്കാരൻ നിറകണ്ണുകളോടെ പറയുന്നു, ഉസ്താദ്, അല്ല എനിക്ക് പുറത്തു തരുമോ ഉസ്താദ്, അല്ലാഹു എനിക്ക് പുറത്തു തരുമോ ഉസ്താദ്. ബാക്കവി എന്താണെന്ന് ചോദിക്കുമ്പോഴാ ചെറുപ്പക്കാരൻ പറയുകയാണ്, ഉസ്താദേ, എന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് ഖുർആൻ ഓതാൻ അറിയില്ല, എവിടെ നിന്നോ പ്രസംഗം കേൾക്കുകയാണ്, അതാ ഖുർആൻ പഠിപ്പിക്കുന്നതിന്റെ പ്രതിഫലത്തെ കുറിച്ച് കേട്ടപ്പോൾ, ഒരു ഹാഫിള് മയ്യത്ത് നിസ്കരിച്ചാ കിട്ടുന്ന പ്രതിഫലത്തെ കുറിച്ച് ആരോ വാഴ്ന്നു പറയുന്നത് കേട്ടിട്ട് വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, എന്റെ പൊന്നുമോന് സുഫിയാനിനെ ഹാഫിളാക്കണം, അവന് ഖുർആൻ പഠിക്കാൻ വിടണമെന്ന് വാശി പിടിക്കുകയാണ്. വീട്ടിൽ വന്ന് ഒരുപാട് പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടും എന്റെ പൊന്നുമോനെ ഞാൻ പഠിക്കാൻ വിട്ടില്ല. അങ്ങനെ വീട്ടിൽ എന്നും വഴക്കാട്. അവസാനം ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ തെങ്കാശിയിലേക്ക് ജോലിക്ക് വേണ്ടി പോകുമ്പോ ഭർത്താവിന്റെ അനുവാദമില്ലാതെ തന്റെ പൊന്നുമകനെ കോളേജിൽ കൊണ്ട് പഠിക്കാൻ വിടുകയാണ്. ഹിഫ്ള് പഠിക്കുന്നതിന് വേണ്ടി കൊണ്ടുവിടുകയാ. ഒരാഴ്ച കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ തന്റെ പൊന്നുമോനെ കാണുന്നില്ല. അതാ തന്റെ പൊന്നുമകനെ കാണാതെ വരുമ്പോൾ ആ സഹോദരൻ ഭാര്യയോട് ചോദിച്ചപ്പോൾ പൊന്നുമോനെ ഖുർആൻ പഠിക്കാൻ കൊണ്ടുവിട്ടെന്ന് പറയുമ്പോൾ അനുവാദം ചോദിക്കാത്തതിന്റെ പേരിൽ ഭാര്യ അടിക്കുകയാണ്. മുടി പിടിച്ചിട്ട് ഭിത്തിയിലിടിക്കുകയാ. വായിലൂടെയും മൂക്കിലൂടെയും ബ്ലഡ് വന്നിട്ട് പോലും ഉപദ്രവം നിർത്തിയില്ല. വിവാഹം കഴിഞ്ഞിട്ട് തന്റെ ഭാര്യ ആദ്യമായിട്ട് അടിച്ചത് എന്തിനെന്നറിയുമോ? തന്റെ പൊന്നുമോനെ ഖുർആൻ പഠിപ്പിക്കാൻ വിട്ടതിന്റെ പേരിലാണ്. നിറകണ്ണുകളോടെ ചെറുപ്പക്കാരൻ പറയുന്നു, ഉസ്താദ്, 4-5 ദിവസം ഞാൻ ഉപദ്രവിച്ചിട്ടും അവള് മോൻ പഠിക്കുന്ന സ്ഥാപനം എവിടെയാണെന്ന് പറഞ്ഞില്ല. അവസാനം എന്റെ ഇളയ മകനെ ഞാൻ അടിക്കുന്നത് കണ്ടപ്പോ അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഉസ്താദ്, തന്റെ പൊന്നുമോനെ ഉപദ്രവിക്കുന്നത് കണ്ടപ്പോൾ 32 വയസ്സുള്ള ആ പ്രിയപ്പെട്ട പെങ്ങളുണ്ടല്ലോ, അതാ തന്റെ മകൻ പഠിക്കുന്ന സ്ഥാപനം പറഞ്ഞു കൊടുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അതാ വണ്ടിക്കകത്തേക്ക് ചവിട്ടി കയറ്റിയിട്ട് അതാ ഉപ്പയതാ കോളേജിന്റെ മുന്നിലെത്തുമ്പോ അതാ 13 വയസ്സുള്ള സുഫിയാൻ എന്ന പൊന്നുമോര് പള്ളിക്കകത്തിരുന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാ. മഗ്രിബിന്റെ സമയമെത്തി. പള്ളിക്കകത്തിരുന്ന് ഖുർആൻ ഓതുന്ന മകന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വലിച്ചിറക്കി കൊണ്ടുവരുമ്പോ ആ മകൻ ഉപ്പാന്റെ കാല് പിടിച്ചിട്ട് പറയുന്നു, ഉപ്പാ, എന്നെ കൊണ്ടുപോകല്ലേ, ഒരുപാട് സൂറത്തുകൾ പഠിച്ചുപ്പാ, എനിക്ക് ഹാഫിളാകണമെന്ന് ആഗ്രഹമുണ്ടുപ്പാ, ഉമ്മാന്റെ ആഗ്രഹം എനിക്ക് സാധിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വാപ്പയുടെ കാല് പിടിച്ചിട്ട് പൊട്ടിക്കരയുമ്പോ ആ ചെറുപ്പക്കാരൻ തന്റെ മകനോട് ചോദിച്ചു, പത്രേ, എന്തേ നിന്റെ ഉമ്മ ചാകാൻ പോകുകയാണോ? അവളുടെ അവസാനത്തെ ആഗ്രഹമാണോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഇതങ്ങോട്ട് ചോദിക്കുമ്പോൾ അതുവരെ കരഞ്ഞുകൊണ്ടിരുന്ന പൊന്നുമോൻ സുജൂദിലേക്ക് വീഴുകയാ. വാപ്പയുടെ കൈ തട്ടിക്കളഞ്ഞിട്ട് സുജൂദിൽ കിടന്ന് കരയുകയാണ്. പൊന്നുമകൻ കരയുന്നത് കണ്ടപ്പോൾ ഉപ്പാര് സഹിക്കാൻ കഴിഞ്ഞില്ല. തനിക്കാദ്യമായി വർഷങ്ങൾ കാത്തിരുന്നിട്ട് കിട്ടിയ പൊന്നുപോരാണല്ലോ. ആ പൊന്നുമകൻ കരയുന്നത് കണ്ടപ്പോൾ വാപ്പ അടുത്തു ചെന്നിട്ട് ചോദിച്ചു, മോനെ, എന്തിനാ കരയുന്നത്? അവസരത്തിൽ ആ പൊന്നുമകൻ പറയുന്നു, ഉപ്പാ,
നിങ്ങൾ പോയതിനു ശേഷം ഒരു ദിവസം നോക്കുമ്പോ ഉമ്മ ഇരുന്ന് കരയുകയാണ്. ഉമ്മ രാത്രി ഇരുന്ന് കരയുകയാ. ഉമ്മയുടെ അടുക്കൽ ചെന്നിട്ട് ഞാൻ ചോദിച്ചു, എന്തിനാ കരയുന്നത്? അവസരത്തിൽ ആ പ്രിയപ്പെട്ട പൊന്നുമോനോട് ആ പ്രിയപ്പെട്ട പെങ്ങള് പറയുന്നു, മോനെ, ഉമ്മാനൊരാഗ്രഹമുണ്ടടാ, ഉമ്മയ്ക്കൊരാഗ്രഹമുണ്ടടാ, മോനെ സാധിച്ചു തരുമോ പൊന്നുമോരെ? എന്റെ പ്രിയപ്പെട്ടവരെ, ആ പ്രിയപ്പെട്ട സഹോദരന്റെ ഭാര്യയുണ്ടല്ലോ, 11 വയസ്സുള്ള തന്റെ പൊന്നുമോനെ, അതാ പൊന്നുമോനെ അടുത്ത് വിളിച്ചിട്ട് പറയുകയാ, മോനെ, ഉമ്മ ഒരു കാര്യം പറയാ, മോൻ ആരോടും പറയാൻ പാടില്ല, വാപ്പയോട് പോലും പറയാൻ പാടില്ല. എന്തേ എന്ന് ചോദിക്കുമ്പോ ആ പ്രിയപ്പെട്ട പെങ്ങള് പറയുന്ന, മോനെ, ഉമ്മ ഇനി അധികം നാള് ജീവിച്ചിരിക്കില്ല, ഉമ്മയ്ക്ക് ക്യാൻസറാ പൊന്നുമോനെ, ഉമ്മയ്ക്ക് ക്യാൻസറാ, 3 മാസത്തിൽ കൂടുതൽ ജീവിക്കുമെന്ന് ഡോക്ടർ പറയുന്നില്ല. ഇതാരോടും പറഞ്ഞിട്ടില്ല, എനിക്കും ഡോക്ടറിനും അല്ലാനുമല്ലാതെ മറ്റാർക്ക് പറയില്ല. തന്റെ പൊന്നു മകനോട് പറഞ്ഞിട്ട് ഉമ്മ പറയുന്ന, മോനെ, ഉമ്മാനൊരാഗ്രഹമുണ്ടടാ, ഉമ്മ ഖുർആൻ ഓതാൻ പഠിച്ചിട്ടില്ല, ഉമ്മയുടെ മാതാപിതാക്കള് പഠിപ്പിച്ചിട്ടില്ല, മോനെ, ഒരു ഹാഫിദ് ഇമാമത്ത് നിന്നാൽ സ്വർഗം കിട്ടുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് മോനെ, അതുകൊണ്ട് നീ ഒന്ന് പഠിക്കണേ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ പ്രിയപ്പെട്ട സഹോദരൻ ക്യാൻസർ പിടിച്ചിട്ട് പോലും തന്റെ ഭർത്താവിനോട് പറഞ്ഞില്ല, മകനെ കൊണ്ട് പഠിക്കാൻ വിടുകയാണ്. അവസാനം പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് പറയുന്നു, ഉസ്താദ്, ഇന്ന് ജുമാ നമസ്കാരം കഴിഞ്ഞ് പള്ളിയുടെ വെളിയിലേക്ക് ഇറങ്ങിയപ്പോ 9.5 വയസ്സുള്ള 13 വയസ്സുള്ള 2 മക്കളുണ്ടല്ലോ, എന്റെ വലത് കൈയിലും ഇടത് കൈയിലും പിടിക്കുകയാണ്. എന്നിട്ടതാ കബറിന്റെ അടുക്കലേക്ക് നടക്കുകയാണ്. പ്രിയപ്പെട്ട മാതാവിന്റെ കബറിന്റെ ഓരത്തേക്ക് കൊണ്ടുപോയിട്ട് അതാ മക്കള് തലഭാഗത്ത് നിന്ന് ഖുർആൻ ഓതി ദുആ ചെയ്യുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, 13 വയസ്സുള്ള പൊന്നുപോരുണ്ടല്ലോ, 13 വയസ്സുള്ള പൊന്നുപോരുണ്ടല്ലോ, ഈ 7 ദിവസം കൊണ്ട് 4 ഖത്തമാ ഓതി തീർത്തത് ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരാഴ്ച കൊണ്ട് ഓതി തീർക്കാൻ ബുദ്ധിമുട്ടാ. പക്ഷേ ഉമ്മായിക്ക് വേണ്ടി രാപ്പകലുകൾ ഇരുന്നിട്ട് 4 ദിവസം കൊണ്ട് 7 ദിവസം കൊണ്ട് 4 ഖത്തം ഓതി തീർത്തിരിക്കുകയാ. അല്ലാഹുവേ, എന്തൊരു ഭാഗ്യമെന്നറിയുമോ? ഇളയ മകനുണ്ടല്ലോ, 9.5 വയസ്സാണ് ആ പൊന്നുപോരുള്ളത്. അവൻ ഉമ്മാന്റെ കബറിലേക്ക് 1 ഖത്തം ഓതിയിരിക്കുകയാ. 5 ഖത്തം ഉമ്മാന്റെ കബറിലേക്ക് കൊണ്ടുവച്ച് ദുആ ചെയ്യുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, അവസാനം ആ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് വാഹനത്തിലേക്ക് കേറാൻ പോകുമ്പോ അതാ ഇർഫാൻ എന്ന് പറയുന്ന ഒരു പൊന്നുമോനുണ്ടല്ലോ, ഒരു ചെറിയ പയ്യൻ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് പറയുന്നു, ഉസ്താദേ, ദുആ ചെയ്യടേ, എല്ലാ മജ്‌ലിസിലും ദുആ ചെയ്യടേ. തമാശ എന്ന രീതിയിൽ ചോദിച്ചു, എന്താണടാ നിന്റെ ആഗ്രഹം, എന്താണ് ദുആ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉപ്പാ, ഒരു 9.5 വയസ്സുള്ള ഒരു പൊന്നുപോര്, ഒരു 9.5 വയസ്സുള്ള പൊന്നുപോര് 10, 20, 30 വയസ്സായിട്ട് നിനക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്തതാണ്. ആ പൊന്നുമകൻ പറയുന്നു, ഉസ്താദ്, എന്റെ ഉമ്മാന്റെ മയ്യത്ത് നിസ്കരിച്ചതിക്കയാണ്, എന്റെ ഉമ്മയുടെ മയ്യത്ത് നിസ്കരിച്ചതിക്കയാണ്. എന്റെ വാപ്പാ മയ്യത്ത് നിസ്കരിക്കുമ്പോ, എന്റെ വാപ്പയുടെ മയ്യത്ത് പള്ളിക്കകത്ത് കൊണ്ടുവെക്കുമ്പോ ഹാഫിളായി എനിക്ക് നിസ്കരിക്കണം ഉസ്താദ്. ഒന്ന് ചിന്തിച്ചു നോക്കുപ്പാ, പള്ളിക്കകത്ത് നിന്റെ മയ്യത്ത് കൊണ്ടുവെക്കുമ്പോ, പള്ളിയിലെ ഖതീബ് നിസ്കരിക്കാൻ കയറി നിൽക്കുമ്പോ നിന്റെ മക്കള് വന്നിട്ട് പറയും, ഇതെന്റെ വാപ്പയാ, ഞാൻ നിസ്കരിക്കാം,
ഇതെന്റെ ഉമ്മയാ, നാ നിസ്കരിക്കാ. ഉസ്താദ് മാറിക്കൊടുത്തല്ലേ പറ്റൂ. പക്ഷേ നിസ്കരിക്കുന്ന പൊന്നുമോൻ അവന് കള്ളു കുടിച്ചവനായിരിക്കാ, വ്യഭിചരിച്ചവനായിരിക്കാ, പലിശ തിന്നവനായിരിക്കാ, അന്നത്തെ ദിവസം സുബഹി പോലും നിസ്കരിക്കാത്തവരായിരിക്കാ. ഈ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളോട് ഉണർത്തുകയാണ്, സുബഹി നിസ്കരിക്കാത്ത ആരും മയ്യത്ത് നിസ്കരിക്കല്ലേ. വാപ്പാന്റെ മയ്യത്ത് പള്ളിക്കകത്ത് കൊണ്ടുവച്ചിട്ട് എല്ലാരും നിസ്കരിക്കാൻ നിൽക്കുമ്പോ ഇമാമത്ത് നിൽക്കുന്നതിന് തൊട്ടു മുമ്പ് പൊന്നുപോരെ നെഞ്ചത്ത് കൈവച്ചിട്ട് നീ ഒന്ന് ചിന്തിക്കണമല്ലാ, ഇന്നത്തെ ദിവസം ഞാൻ സുബഹി നിസ്കരിച്ചിട്ടുണ്ടോ? സുബഹി നിസ്കരിക്കാത്ത ദിവസം എന്ത് ചെയ്താലും ബർക്കത്തില്ലെന്ന് പ്രവാചകൻ പറഞ്ഞിരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തീരുമാനിക്കടേ, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്തെന്നറിയുമോ? എന്റെ മയ്യത്ത് നിസ്കരിക്കേണ്ടത് ഒരു ഹാഫിളായിരിക്കണം. കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹാബാ, അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ച ഒരു പൊന്നുപോരുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അവൻ എപ്പം ദുആ ചെയ്താലും അല്ലാഹു സ്വീകരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. കഅബയുടെ മുന്നിൽ പോയി നമ്മൾ ദുആ ചെയ്താൽ അല്ലാഹു കേൾക്കണമെന്നില്ല. കഅബയുടെ മുന്നിൽ പോയി ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കണമെന്നില്ല. പക്ഷേ നമ്മുടെ മയ്യത്തിന്റെ മുന്നിൽ നിന്നിട്ട് റബ്ബേ, ഇതെന്റെ വാപ്പയാ അല്ലാഹ്, സ്വർഗം കൊടുക്കണേ അല്ലാഹ് എന്ന് ഖുർആൻ പഠിച്ച ഒരു മകൻ ദുആ ചെയ്ത അവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കും. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം, എന്റെ മയ്യത്ത് പള്ളിക്കകത്ത് കൊണ്ടുവെക്കുമ്പോ എന്റെ പൊന്നുമോൻ ഇർഫാൻ എന്റെ മയ്യത്തിന്റെ മുന്നിൽ നിന്ന് ദുആ ചെയ്യണം. പടച്ച റബ്ബേ, എന്റെ വാപ്പയാണല്ലാ, സ്വർഗം കൊടുക്കണേ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു പൊന്നുമോ 100 രൂപ എന്റെ കയ്യിൽ തന്ന്, 100 രൂപ എന്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ദുആ ചെയ്യണം, ഞാൻ യതീമ ഹാഫിളാകണം. എന്റെ റബ്ബേ, 6 വയസ്സുള്ള സാദിക്കുന്ന പൊന്നുമോൻ, ആ 100 രൂപ എന്റെ വീട്ടിൽ ഞാൻ എന്റെ ഭാര്യയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. എന്തിനെന്നറിയുവോ? 4 മാസം പ്രായമുള്ള എന്റെ പൊന്നുമോൻ വളർന്നു വരുമ്പോ അവന്റെ കയ്യിൽ കൊടുത്തിട്ടടാ, നിന്നെ പോലെ ഒരു പയ്യൻ പറഞ്ഞതാ ഹാഫിളാകണേ എന്നെന്റെ പൊന്നുമോനെ ആഗ്രഹിപ്പിക്കാൻ ഞാൻ വീട്ടിൽ വെച്ചിരിക്കുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, തീരുമാനിക്കണേ, നിന്റെ മക്കളിൽ ഒരുത്തനെ ഹാഫിളാക്കിക്കൂടെ? നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ, നിന്റെ മയ്യത്ത് നിസ്കരിക്കാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ മക്കളിൽ ഒരുത്തനെ ഹാഫിളാക്കിക്കോ. എന്റെ പ്രിയപ്പെട്ട ഉമ്മയോട് പറയുന്നുമ്മ, കോടികൾ കിട്ടിയാ നിനക്ക് സമാധാനമുണ്ടാകില്ല, കോടികൾ കൊടുത്താ നിനക്ക് കെട്ടില്ല ഉമ്മ. നീ നൊന്ത് പ്രസവിച്ച ഒരു പൊന്നുമോനെ ഖുർആൻ പഠിപ്പിച്ചോ, അവനെ ഹാഫിളാക്കിക്കോ, അവന്റെ കൈ പിടിച്ചുകൊണ്ട് നിനക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയും. അതുകൊണ്ട് ഈ പാതിരാത്രിയുടെ നിശബ്ദതയിൽ ഈ സ്കൂൾ ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഈ മജ്‌ലിസിലിരുന്ന് തീരുമാനിച്ചോ, നിനക്ക് പടച്ചവൻ തന്ന മക്കളിൽ ഒരുത്തനെയെങ്കിലും ഹാഫിളാകാൻ അർഹമുർ റഹീമായ അല്ലാഹ് ഈ മജ്‌ലിസിലിരുന്നു കൊണ്ട് അല്ലാഹുവേ മക്കളെ ഹാഫിളാക്കണമെന്ന് ആരെല്ലാം നിയ്യത്ത് ചെയ്യുന്നുണ്ടോ, അവരുടെ മക്കളിൽ ഒരുത്തരെയെങ്കിലും നീ ഹാഫിളാക്കണേ അല്ലാഹ്, ഹാഫിളാക്കണേ അല്ലാഹ്, ഹാഫിളാക്കണേ റബ്ബേ. എന്റെ പ്രിയമുള്ളവരെ, നാളെ സുബഹിന്റെ സമയത്ത് എഴുന്നേൽക്കുകയാണ്. എല്ലാവരും പള്ളിയുടെ മിനാരത്തിൽ നിന്ന് അസ്സലാത്തു ഖൈറും മിനൻ നൗം വാങ്ങിന്റെ ധ്വനിയങ്ങ് കേൾക്കുകയാണ്. ഈ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയ ആണുങ്ങൾ മുഴുവനും പള്ളിയിലേക്ക് കടന്നു ചെല്ലുകയാ. സഹോദരിമാര് മുഴുവനും മുസല്ലയിലേക്ക് ഒതുവെടുത്തിട്ട് കയറുകയാണ്. ഒതുവെടുക്കുമ്പോ വൃത്തിയായി സമാധാനത്തോടുകൂടി ഒതുവെടുക്കണം. നാളെ ഒതുവെടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവർ, മഗ്‌രിബിന്റെയൊക്കെ സമയത്ത് നോക്കിയാ കാണാം, പള്ളിക്കകത്ത് ഇമാമ അവസാനത്തെ അത്തഹിയ്യാത്തിലിരിക്കുമ്പോ ചിലരിങ്ങോട്ട് ഓടി കയറി വരും. ഇവൻ ഒതുവെടുക്കുമ്പോ കൈ കഴുകുന്നതൊക്കെ ഒന്ന് കാണണം. ഹൗദിനകത്തിട്ടൊരു 3 മുക്കല ഇങ്ങനെ ഇങ്ങനെ കോരി കഴുകാൻ സമയമില്ലാത്തത് കാരണം നമ്മൾ എത്രയോ കാണുന്ന ഇട്ട് തലയൊക്കെ ഇങ്ങനെ എന്തോ ആക്കിയിട്ട് ഓടുക.
എൻ്റെ പ്രിയപ്പെട്ടവരെ, സമാധാനത്തോടുകൂടി ഒളുവെടുക്കണം. എന്നിട്ട് മുസല്ലയിൽ കയറി നിന്നിട്ട് സ്വന്തം ശരീരത്ത് നോക്കണം, ധരിച്ചിരിക്കുന്ന വസ്ത്രം ഹലാലാണോ ഹറാമാണോ. ഹറാമാണെങ്കിൽ അത് മാറ്റണം. എന്നിട്ട് ഹലാലായ വസ്ത്രം ധരിക്കണം. എന്നിട്ട് എൻ്റെ പ്രിയപ്പെട്ട ഉപ്പാ, നാളത്തെ സുബഹി നമസ്കാരം എങ്ങനെയാ നിസ്കരിക്കേണ്ടതെന്നറിയുമോ? എത്രയോ വർഷം കൊണ്ട് പള്ളിക്കകത്ത് പോയിട്ട് നീ നേരെ നിന്ന് നിസ്കരിക്കുകയാ. കഅബയുടെ മുന്നിലേക്ക് നിന്നാണ് നിസ്കരിക്കുന്നത്. ഹാത്തിമുൽ അസം റളിയല്ലാഹു തആല അൻഹു പറയുകയാ, നാളെ എങ്ങനെയാ സുബഹി നമസ്കരിക്കേണ്ടതെന്നറിയുമോ? ഈ പാതിരാത്രിയുടെ നിശബ്ദതയിൽ ഈ മജ്ലിസിലേക്ക് ഒരുമിച്ച് കൂടിയവരെ, നാളെ സുബഹി നിസ്കരിക്കുമ്പോ നീ എവിടെയാ നിൽക്കുന്നതെന്ന് ഓർക്കണം. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറത്ത് കിടക്കുന്ന പരിശുദ്ധ കഅബാലയമുണ്ടല്ലോ, ആ കഅബയുടെ മുന്നിൽ പോയി ഒരു മനുഷ്യൻ ആദ്യമായിട്ട് എന്ത് ചോദിച്ചാലും പടച്ചവൻ തരാമെന്ന് പറഞ്ഞ കഅബയുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂല് തന്റെ നെഞ്ച് ചേർത്ത് വെച്ച് കരഞ്ഞ കഅബയുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുന്ന സഹാബാ, ആ കഅബയെ കണ്ടുകൊണ്ട് നിസ്കരിക്കടേ. നാളെ സുബഹി നിസ്കരിക്കുമ്പോ നിന്റെ കണ്ണിന്റെ മുന്നിലേക്ക് കഅബ കടന്നു വരണം. ആ കഅബയെ കണ്ടുകൊണ്ട് നിസ്കരിക്കുന്നവനെ പോലെ നിങ്ങൾ ആരെങ്കിലും നിസ്കരിച്ചാൽ നിങ്ങളുടെ നിസ്കാരത്തിന്റെ പരിപൂർണ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നാളെ നിസ്കരിക്കുമ്പോ കഅബ നിന്റെ മുന്നിലേക്ക് കടന്നു വരണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്തെന്നറിയുമോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ? ഇമാം കൈകെട്ടുന്നതിന് മുമ്പ്, നിയ്യത്ത് ചെയ്യുന്നതിന് മുമ്പ് എന്റെ പൊന്നുമോനെ വലതുഭാഗത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കടാ, വലതുഭാഗത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കടാ. ഒരു കണ്ണും കാണാത്ത, ഒരു ഹൃദയവും ചിന്തിക്കാത്ത പടച്ചവന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ. ലഹും ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. പാലരുവികളും തേനരുവികളും ഒഴുകുന്ന അല്ലാഹുവിന്റെ സ്വർഗമുണ്ടല്ലോ. പൊന്നുമോരെ, വലതുഭാഗത്ത് കാണണം മോരെ. എടാ ചെറുപ്പക്കാരാ, എന്നിട്ട് ഇടത് ഭാഗത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കടാ. അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ. അതാ മനുഷ്യരെയും കല്ലുകളെയും ഇട്ട് കത്തിക്കുന്ന നരകമുണ്ടല്ലോ. ലോകത്ത് കടന്നു വന്ന മഹാന്മാര് മുഴുവനും ഓർത്ത് കരഞ്ഞു പോയ നരകമുണ്ടല്ലോ. ജിബ്രീൽ പാതിരാത്രികൾ മുഴുവനും കരഞ്ഞ നരകമുണ്ടല്ലോ. മീകായിൽ എന്ന മലക്ക് ഖിയാമത്ത് നാൾ വരെ ചിരിക്കാതിരിക്കാനുള്ള കാരണം നരകം കണ്ടതാ പൊന്നുപോരെ. ഇന്ന അശദ്ദന്നാരി ഹറാ. മോനെ, അതിന്റെ തീ നിന്നെ കൊണ്ട് സഹിക്കാൻ കഴിയല്ലടാ. ഇടത് ഭാഗത്ത് നീ നരകം കാണണം ചെറുപ്പക്കാരാ. എന്നിട്ട് മനസ്സിൽ ചിന്തിക്കണമല്ലാ, പടച്ച റബ്ബേ, എന്റെ നിസ്കാരം ശരിയായാല്, എന്റെ നിസ്കാരം ശരിയായാൽ റബ്ബേ, ഈ കാണുന്ന സ്വർഗം എനിക്കുള്ളതാ. ഇത് കണ്ടു മരിക്കാൻ കഴിയുമല്ലാ. എന്റെ നിസ്കാരം ശരിയായില്ലെങ്കിൽ ഇതിനകത്ത് കടന്ന് കരിയേണ്ടവനാണ്. ഇതിനകത്തിട്ടെന്നെ കത്തിക്കുമല്ലാ. ഹാത്തിമുൽ അസം റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഏ ചെറുപ്പക്കാരാ, നാളെ സുബഹിക്ക് വേണ്ടി നിയ്യത്ത് ചെയ്തിട്ട് കൈകെട്ടുന്നതിന് മുമ്പ് വലതു ഭാഗത്തേക്കൊന്ന് നോക്കടാ. വലതു ഭാഗത്ത് സ്വർഗം കാണണം, ഇടതു ഭാഗത്ത് നരകം കാണണം. കണ്ണിന്റെ മുന്നിൽ കഅബാലയം കടന്നു വരണം. എന്നിട്ട് നിസ്കരിച്ചാ പൊന്നുമോനെ, നിന്റെ നിസ്കാരം ശരിയാകുകയാ. ഈ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട ഉപ്പാ, മൂന്നാമത്തെ നിയമം എന്തെന്നറിയുമോ? മൂന്നാമത്തെ നിയമം എന്തെന്നറിയുമോ?
നാളെ സുബഹി നിസ്കരിക്കാൻ ചങ്കൂറ്റത്തോടെ വെളുപ്പാങ്കാലത്ത് തണുപ്പ് സഹിച്ചുകൊണ്ട് എഴുന്നേറ്റ് പച്ചവെള്ളത്തിൽ ഒതുവെടുത്തിട്ട് പടച്ചവന്റെ പള്ളിക്കകത്ത് പോയിട്ട് കൈകെട്ടുന്നതിന് മുമ്പ് എന്റെ പ്രിയപ്പെട്ട ഉപ്പാ ഒന്ന് പുറകിലേക്ക് തിരിഞ്ഞു നോക്ക് വാപ്പാ. നിന്റെ തോളിന്റെ പുറകില്, നിന്റെ കഴുത്തിന്റെ പുറകിലൊരു മനുഷ്യൻ പതുങ്ങി നിൽക്കുകയാ. ഒരാള് നിന്റെ കഴുത്തിന്റെ പുറകിൽ നിൽക്കുകയാ. ആരെന്നറിയുമോ? ആരെന്നറിയുമോ? മലക്കുൽ മൗത്ത് അസ്റായീൽ. അസ്റായീൽ നിന്റെ കഴുത്തിന്റെ പുറകിൽ നിൽക്കുകയാ. എന്തിനു വേണ്ടി എന്നറിയുമോ? എന്തിനു വേണ്ടി എന്നറിയുമോ? ഏ ഉപ്പാ, ഒന്ന് സലാം വീട്ട് ബാപ്പാ. ഇടതുഭാഗത്തേക്ക് നീ ഒന്ന് സലാം വീട്ടിക്കഴിഞ്ഞാ നിന്റെ റൂഹിനെ കൊണ്ടുപോകാൻ കാത്തു നിൽക്കുകയാ. നാളത്തെ ളുഹർ നിസ്കരിക്കാൻ ഈ മജ്‌ലിസിലിരിക്കുന്ന ഒരു മനുഷ്യന് പോലും അവകാശമില്ല. നാളെ ളുഹറിന്റെ സമയത്ത് ഇവിടത്തെ പള്ളിക്കകത്ത് 3 കഷ്ടം തുണിയിൽ പൊതിഞ്ഞിട്ട് നിന്റെ മയ്യത്ത് കൊണ്ട് വെക്കും വാപ്പാ. അതുകൊണ്ട് നാളെ സുബഹിക്ക് കൈകെട്ടുമ്പോ ഒന്ന് തിരിഞ്ഞു നോക്കണേ. നിന്റെ കഴുത്തിന്റെ പുറകിൽ അസ്റായീലിനെ കാണണം. ആരെങ്കിലും അസ്റായീലിനെ കണ്ട് നിസ്കരിച്ചാ അവന്റെ നമസ്കാരം കണ്ടിട്ട് ശൈത്താൻ പോലും കരയുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുമ്പോ 4ാമത്തെ നിയമം എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട ഉമ്മ, കാലിനടിയിലേക്കൊന്ന് നോക്കുമ്മ. എവിടെയാ നിൽക്കുന്നതെന്നറിയുമോ? പൊന്നുമോളെ, നിന്റെ മുടിയെടുത്തിട്ട് ഈ 7ആയിട്ട് മുറിച്ചിട്ട് അതിലൊരു കഷ്ടം എങ്ങനെ ഇരിക്കുമോ അതുപോലെയുള്ള ഒരു വസ്തു കൊണ്ടാ പടച്ചവന് സിറാത്ത് എന്ന് പറഞ്ഞ് നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു കെട്ടിയിരിക്കുന്ന പാലമുണ്ടല്ലോ. ആ പാലം ഇരുൾ മൂടിയതാ. ആ പാലത്തിൽ നിന്ന് നരകത്തിലേക്ക് വീണുപോയാൽ രക്ഷപ്പെടാൻ കഴിയില്ല ഉമ്മ. അതുകൊണ്ട് നിൽക്കുന്നത് എവിടെയാ? സിറാത്ത് പാലത്തിന്റെ മുകളിലാ നിൽക്കുന്നത്. 5ാമത്തെ കണ്ടീഷൻ എന്തെന്നറിയുമോ? 5ാമത്തെ കണ്ടീഷൻ എന്തെന്നറിയുമോ? ആത്തിമുൽ അസം റളിയല്ലാഹു തആല അൻഹു പറയുകയാ, പൊന്നുമക്കളെ, ജീവിതത്തിലെ അവസാനത്തെ നല്ല കാര്യം നാളത്തെ 2 റക്അത്ത് സുബഹി നിസ്കാരം നിന്റെ ജീവിതത്തിലെ അവസാനത്തെ നല്ല കാര്യമാ. പിന്നെ ഒരു അൽഹംദുലില്ലാ പറയാന്, ഒരു സുബ്ഹാനല്ലാഹ് പറയാന്, ഒരു അല്ലാഹു അക്ബർ പറയാന് പൊന്നുമോനെ നിനക്ക് സമയമില്ലടാ. നിന്റെ ജീവിതത്തിലെ അവസാനത്തെ നല്ല കാര്യം നാളത്തെ സുബഹിയാണ് ഉപ്പാ. അതുകൊണ്ട് ഈ 5 കാര്യങ്ങൾ അനുസരിച്ച് ആരെങ്കിലും നിസ്കരിച്ചാൽ അവന്റെ നമസ്കാരത്തിന്റെ പരിപൂർണ പ്രതിഫലം അവന് ലഭിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. 1, കൈ കെട്ടുന്നതിന് മുമ്പ് നോക്കുമ്പോ കണ്ണിന്റെ ഇടയിൽ, കണ്ണിന്റെ മുന്നിൽ കഅബ വരണം. വലതുഭാഗത്ത് സ്വർഗം, ഇടതുഭാഗത്ത് നരകം. കഴുത്തിന്റെ പുറകിൽ അസ്റായീൽ കാത്തു നിൽക്കുന്നു. കാലിന്റെ അടിയിൽ സിറാത്ത് പാലം വലിച്ചു കെട്ടിയിരിക്കുന്നു. നിന്റെ ജീവിതത്തിലെ അവസാനത്തെ നല്ല കാര്യം ഒന്ന് നിസ്കരിച്ചു നോക്കുമോനെ. ഒന്ന് നിസ്കരിച്ചു നോക്കുമോനെ. ഇന്ന് ഇശായിക്ക് നിന്റെ മുന്നിൽ വന്ന് നിന്ന് ചിരിച്ച ശൈത്താൻ നീ നാളെ സുബഹി നിസ്കരിക്കുമ്പോൾ നിന്റെ നിസ്കാരം കണ്ടിട്ട് കരയുന്നത് കാണാൻ കഴിയും. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാത്രി അങ്ങ് പോയാൽ നാളെ സുബഹി ഇതുപോലെ നിസ്കരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ നാളെ പോയി നോക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് പറ്റണമെന്നില്ല. ഒന്ന് പരിശ്രമിക്കാം. മരിക്കുന്നതിന് മുമ്പ് എന്നെങ്കിലും ഒരിക്കൽ ഇതുപോലെ നിസ്കരിക്കാൻ കഴിഞ്ഞാൽ ആ ഒറ്റ നിസ്കാരം മതി നിനക്ക് സ്വർഗത്തിൽ പോകാൻ. അള്ളാഹു നിസ്കരിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ നിസ്കരിക്കുന്ന മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം എന്താണെന്നറിയും? ഇങ്ങനെ നിസ്കരിക്കുന്ന മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം മരിക്കാൻ കിടക്കുന്ന സമയത്ത് ആര് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തന്നില്ലെങ്കിലും, ഇങ്ങനെ നിസ്കരിക്കുന്ന മനുഷ്യൻ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ആര് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തന്നില്ലേ? മക്കൾ മുമ്പിൽ കൂടെ നടക്കുന്നു, വാപ്പ നടക്കുന്നു, ഉമ്മ നടക്കുന്നു, മക്കൾ കയ്യിൽ ഫോൺ വെച്ചുകൊണ്ടിരിക്കുക, തീർന്നെങ്കിൽ ഉടനെ വിളിച്ചു പറയാൻ. ഇങ്ങനെ എല്ലാവരും നിന്റെ മുന്നിലൂടെ നടക്കുന്ന സമയത്ത്
നീ ഇങ്ങനെ നിസ്കരിച്ചവനാണെങ്കിൽ നിനക്ക് അസ്റായിൽ ഷഹാദത്ത് കലിമ ചൊല്ലിത്തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആര് ഷഹാദത്ത് കലിമ ചൊല്ലിത്തരും? അസ്റായിൽ പറഞ്ഞു തരും. അള്ളാഹു പറയുന്നത് കേട്ട് ഉറക്കെ പറഞ്ഞു മരിക്കാൻ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ വന്നിട്ട് ഒന്നും തരാതെ പോയാൽ എനിക്കും ഉറക്കം വരൂല. എന്തായാലും ഇപ്പൊ ഒരു സഹോദരി എഴുതി തന്നു, ഉസ്താദെ കടങ്ങൾ മാറാൻ വേണ്ടി ദുആ ചെയ്യാൻ. ഇൻഷാ അല്ലാഹ് കടക്കാരായി മരിക്കാതിരിക്കാൻ കടമുള്ളവരുടെ കടം മാറാൻ 2 കാര്യം ചെയ്താൽ മതി. അള്ളാഹു ചെയ്യാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, നബിയെ, കടങ്ങളാണ്, പ്രശ്നങ്ങളാണ്, എന്ത് ചെയ്തിട്ടും ബർക്കത്തില്ല, ഞാൻ കടക്കാരനായി മരിച്ചു എന്ന് ഭയപ്പെടുന്നു. അള്ളാഹിന്റെ റസൂൽ 2 കാര്യം പറഞ്ഞു കൊടുന്നു. ആ 2 കാര്യം ഞാൻ പറഞ്ഞു തരാൻ ചെയ്യുമല്ലോ. 1, വീട്ടിൽ നിന്ന് വെളിയിലേക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി ചെല്ലുമ്പോൾ വീടിന്റെ വാതിലിൽ ആദ്യം ആരെ കാണുന്നു അവനോട് നീ സലാം പറയണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. പള്ളി വന്ന് ഉസ്താദിനോട്, മോദിനോട്, സെക്രട്ടറിയോട്, പ്രസിഡന്റോട്, റോഡെ വരുന്നവനോട്, പോകുന്നവനോട് എല്ലാം സലാം പറയും. ഇന്ന് വരെ വീട്ടിൽ പോയിട്ട് വീടിന്റെ വാതിൽ ചിലപ്പം ഭാര്യയായിരിക്കും, അല്ലെങ്കിൽ മകനായിരിക്കും, അല്ലെങ്കിൽ വാപ്പയായിരിക്കും, സലാം പറയുന്ന എത്ര പേര് ഈ മജ്‌ലിസിലുണ്ടെന്ന് സ്വന്തം ഒന്ന് ആലോചിച്ച് നോക്കാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, ഇന്ന് താത്തയും കാണാൻ വാത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകുമ്പോൾ ഭർത്താവ് വലിയ മനുഷ്യൻ, അയാൾ പിന്നെ എല്ലാം അറിയുന്ന ആളെ, തങ്ങളാ, നല്ല ഉറക്കമായിരിക്കും. താത്ത എന്ന് വിളിച്ചു, കതകങ്ങോട്ട് തുറന്നു. താത്ത ഉടനെ അസ്സലാമു അലൈക്കും. അങ്ങാരി വിചാരിക്കും പടച്ചവനെ ഇളവിയിരിക്കുന്നു, ഇപ്പോഴാണെങ്കിൽ നടത്തിക്കൊണ്ടു പോകും, പിന്നാണെങ്കിൽ വണ്ടി പിടിക്കണമല്ലോ. കാരണം ആദ്യമായിട്ട് നടക്കുന്ന സംഭവം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വീട്ടിൽ ചെന്നിട്ട് വീട്ടിൽ കയറുമ്പോൾ എന്ത് ചെയ്യണം? സലാം പറയണം. പറയൂ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 2 വീടിനകത്ത് കയറിയിട്ട് നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രമുണ്ടല്ലോ, ആ വസ്ത്രം ഊരിയിട്ട് അത് തൂക്കിയിടുന്നതിന് മുമ്പ് സൂറത്തുൽ ഇഖ്ലാസ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, ഈ സൂറത്ത് നിത്യമായിട്ട് പറയുന്നവൻ അവൻ കടക്കാരനായി മരിക്കില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇൻഷാ അല്ലാഹ് ചെയ്തുവിടെ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാനുള്ളവരിൽ എന്നെയും നിങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.